എല്ലാ വാഹനങ്ങളിലും കൂളൻറ്റിന് പകരം വെള്ളമാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടികളിൽ മാത്രമേ കൂളൻറ്റ് മാത്രം ഒഴിക്കുന്നുള്ളൂ. കൂളൻ്റായിട്ട് ഒഴിക്കുന്നത് കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടികൾക്കാണ്. കൂളൻ്റ് ഒരു 2-3 കളറൊക്കെ ഉള്ളതുണ്ട്. നീലയുണ്ട്, ഇങ്ങനെ പച്ച കളറുണ്ട്, പിന്നെ ഒരു ചുമന്ന പോലത്തെ കളറുള്ളതുണ്ട്. അപ്പോൾ ഈ കൂളൻ്റ് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു 5 ഡിഗ്രി താമസിച്ചേ തിളയ്ക്കുള്ളൂ. ഒരു 100 ഡിഗ്രിയിലായിരിക്കും വെള്ളം തിളയ്ക്കുന്നതെങ്കിൽ ഒരു 105 ഡിഗ്രി വരെ ഇത് തിളക്കി തരാം. ഇത് കൂളൻ്റ് ഒഴിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിപ്പോൾ തെർമോസ്റ്റാറ്റാണ്. തെർമോസ്റ്റാറ്റിൻ്റെ ഈ പ്രസ്സിങ് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ്സിങ് ഉണ്ട്. സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ നടക്കണമെങ്കിൽ കൂളൻ്റ് അല്ലെങ്കിൽ ഇതുപോലെ തുരുമ്പ് വന്നിട്ട് സ്റ്റക്കാകും. കൂളൻ്റ് ആണെങ്കിൽ ചെറിയൊരു ലൂബ്രിക്കേഷൻ ഉണ്ട് ഈ കൂളൻറ്റിനകത്ത്. അപ്പോൾ എല്ലാവരും കൂളൻറ്റിനകത്ത് വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് അതിൻ്റെ കളർ മുഴുവൻ മാറും. അപ്പോൾ കളർ ഒരു ലേശം കളറെങ്കിലും ഇതിനകത്ത് വേണം. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ കൂളൻറ്റിനകത്ത് ഒരു 3 ലിറ്റർ 2 ലിറ്ററൊക്കെ വെള്ളം ഒഴിക്കാം. തെർമോസ്റ്റാറ്റ് കൂടാതെ പിന്നെ ഇതുപോലെ വാട്ടർ പമ്പുകളുണ്ട്. വാട്ടർ പമ്പൊക്കെ കറങ്ങണമെങ്കിൽ ഇതിനകത്ത് ഇതുണ്ടോ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് കറങ്ങുള്ളൂ. അല്ലെങ്കിൽ വാട്ടർ പമ്പുകളൊക്കെ പെട്ടെന്ന് സ്റ്റക്കായി അതിനുള്ളിലെ വയറിങ്ങൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ ഇതുണ്ട്, ഇതിപ്പോൾ വെള്ളം ഒഴിച്ചോടിയ ഒരു വണ്ടിയുടെയാണ്. ഇതുപോലെ തുരുമ്പായിട്ട് റേഡിയേറ്ററിനുള്ളിലും ഇതുപോലെയുള്ള മറ്റ് ഇരുമ്പ് പൈപ്പുകൾ, റബ്ബർ പൈപ്പുകൾ എല്ലാത്തിനും ഉള്ളിൽ ചെളി അടിഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ തുരുമ്പ് ഇങ്ങനെ ഇതുപോലെ അടിഞ്ഞ് നിൽക്കും. അങ്ങനെ തുരുമ്പ് ഇടിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പ്രതലം വലിപ്പം കൂടും. പ്രതലത്തിന് വലിപ്പം കൂടുമ്പോൾ വണ്ടി പെട്ടെന്ന് ചൂടാകും. സാധാരണഗതിയിൽ ഒരു വണ്ടി ഒരു 30 കിലോമീറ്റർ ഓടുമ്പോഴാണ് ചൂടാകുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് ഓടുന്ന വണ്ടികളാണെങ്കിൽ 30 ഓടത്തില്ല, ഒരു 25 ഓടുമ്പോൾ വണ്ടി ചൂടാകും. അപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഒരു 1 ലിറ്റർ കൂളൻ്റെങ്കിലും വെള്ളം കളഞ്ഞിട്ട് ഊറ്റി ഒഴിക്കുക. പിന്നെ പഴയ വാഹനങ്ങൾക്ക് നമ്മൾ വെള്ളം മാത്രം ഒഴിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് കൂളൻ്റിലേക്ക് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററൊക്കെ അറ്റപ്പറ്റ നിൽക്കുന്നതാണെങ്കിൽ റേഡിയേറ്ററൊക്കെ ഹോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇരുമ്പ് പൈപ്പുകളൊക്കെ ഹോൾ വരാൻ സാധ്യതയുണ്ട്. അതേസമയം നല്ല വണ്ടിയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ മാത്രം ഇതുപോലെ കൂളൻ്റ് ഒഴിക്കുക. കൂളൻ്റ് ഒഴിക്കുന്നതിന് മുമ്പ് മെക്കാനിക്കിനോട് ചോദിക്കുക, ഇതിനകത്ത് കൂളൻ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഹോൾ വീണ് റേഡിയേറ്റർ പൈപ്പുകളൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഏറ്റവും ഇത് കൂളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു മധുരം പോലെ പുളി പോലെ ഒരു രസമുണ്ട്. ഇതിങ്ങനെ നാക്കി വെച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു രസം എപ്പോഴും കാണണം. ആ ഒരു രസമാണ് നമുക്ക് ഈ കൂളൻറ്റിൻ്റെ ആ ഒരു പ്രയോജനം ഉണ്ടാകും. ഒരു ചെറിയ കെമിക്കൽ ഒഴിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഈ കൂളൻ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പച്ച കളറിൽ നീല കളറിലൊക്കെ ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ കടയിൽ പോയി ചോദിച്ചാൽ അവരേതെങ്കിലും ഒരു നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുള്ള ഒരു കൂളൻ്റ് എടുത്ത് തരും. അപ്പോൾ അങ്ങനത്തെ കൂളൻ്റ് വാങ്ങി ഒഴിച്ചതുകൊണ്ട് കളറ് മാത്രമേ കാണുള്ളൂ, ഈ ഉദ്ദേശിക്കുന്ന പ്രയോജനം ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ തിളനില ഇച്ചിരി കൂടുക, പിന്നെ ഈ തുരുമ്പ് പിടിക്കാതിരിക്കുക, ക്ലാവ് പിടിക്കാതിരിക്കുക, എപ്പോഴും നല്ല ക്ലീനായി പൊക്കോണ്ടിരിക്കും നല്ല കൂളൻ്റ് ആണെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രയോജനത്തിന് വേണ്ടിയാണ് കൂളൻ്റ് ഒഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്ന മേഖലകളിലൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ക്ലാവ് പിടിക്കുകയോ തുരുമ്പ് പിടിക്കുകയോ മറ്റേ ചെളി അടിഞ്ഞ് നിൽക്കുകയോ പ്രതലത്തിന് കട്ടി കൂടുകയോ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ കാസ്ട്രോളിൻ്റെ കൂളൻ്റ് നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ഓയിലിനൊക്കെ കൂളൻ്റ് ഉണ്ട്. ഇന്ത്യൻ ഓയിലൊക്കെ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് അളവിലുള്ള കെമിക്കലുകൾ ചേർത്തിട്ടാണ് കൂളൻ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പേരുള്ള കൂളൻ്റ് വേണ്ടി ഒഴിച്ചാൽ ഈ പച്ച കളർ മാത്രം കാണും, അതൊന്നും കൂളൻ്റ് ആയിരിക്കില്ല. ഏറ്റവും കുറഞ്ഞ പച്ച കളർ ഒഴിച്ച് ഈ കളറിലൊന്നും വലിയ കാര്യമില്ല. ഈ ഡൂക്ക് പോലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഈ ചുമന്ന കളറ് വെള്ളം ചേർക്കാത്ത ടൈപ്പാണ്. അതൊക്കെ മേടിച്ച് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ 105 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന കൂളൻ്റ് ഡൂക്കിനകത്തൊക്കെ ആണെങ്കിൽ ഒരു 110 ഡിഗ്രിയിലൊക്കെ തിളയ്ക്കുള്ളൂ. ഈ 10 ഡിഗ്രിക്കൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ കാര്യമാണ് കൂളൻ്റെങ്കിലും നമ്മളെ വഴി കടത്താൻ അത് മതി. നമ്മളൊരു ലോങ്ങൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് ഇതുപോലത്തെ പണികൾ കിട്ടുന്നത്.